MLA. ഈ സുപ്രീം കോടതിയുടെ വിധിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠത്തിൽ നിന്ന് നടപടികൾ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയും അത് നൽകുന്നുണ്ട്. നമ്മളെല്ലാവരുടെയും മനസാക്ഷി മരവിപ്പിച്ചു കളഞ്ഞ ഒന്നായിരുന്നു ബിൽക്കിസ് ബാനു കേസ്. ആ കേസ് ഉണ്ടായ സമയത്തുള്ള അതേ ആഘാതമാണ് പ്രതികളെ ഗുജറാത്ത് കോടതി വെറുതെ വിട്ടപ്പോൾ ഇന്ത്യൻ മനസ്സുകളിൽ ഉണ്ടായിട്ടുള്ളതും. താങ്ങാനാവുന്നതിലപ്പുറമുള്ള ആഘാതമായിരുന്നു അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എങ്കിലും ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും വിധിയുടെ പ്രധാന ഉള്ളടക്കം ഗുജറാത്ത് കോടതിയുടെ വിധി ശരിയായിരുന്നില്ല എന്നും പ്രതികൾക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ റദ്ദാക്കണം എന്ന് ആവശ്യപ്പെടുന്നതുമാണ് എന്നാണ്. നമ്മുടെ മതേതരത്വത്തെ പരസ്യമായി ചോദ്യം ചെയ്യുന്ന സംഭവമാണ് ഗുജറാത്ത് കലാപ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. പരസ്യമായിട്ട് സ്ത്രീകളെ മാനഭംഗം ചെയ്യുകയും തെരുവിലൂടെ വലിച്ചഴക്കുകയും ചെയ്തു. ബിൽക്കിസ് ബാനുവിന്റെ അനുഭവം തന്നെ നമുക്ക് ഇപ്പോഴും ഓർമ്മിക്കുമ്പോൾ ഞെട്ടലുണ്ടാക്കുന്നതാണ്. അവരുടെ കുടുംബാംഗങ്ങളിലെ ഒരുപാട് പെൺകുട്ടികളെ മാനഭംഗത്തിന് വിധേയരാക്കി അവരെല്ലാം മരിച്ചു പോവുകയും ചെയ്തു. ഈ കേസിന്റെ ഒരു തെളിവ് അവശേഷിച്ചത് ബിൽക്കിസ് ബാനു ജീവിച്ചിരുന്നത് കൊണ്ടാണ്. പ്രതികളെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട് പോലും ആ പ്രതികൾക്ക് ശിക്ഷ കിട്ടിയപ്പോൾ ആ ശിക്ഷ റദ്ദ് ചെയ്യാൻ ഇന്ത്യയിലെ കോടതി മുന്നോട്ട് വരുന്നു എന്നുള്ളത് ഭയാനകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വിധിയെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നമുക്ക് കൂടുതൽ വ്യാഖ്യാനങ്ങളിലേക്ക് കടക്കാം. ഏതായാലും നമ്മുടെ മനസ്സിന് അനൽപമായ ആശ്വാസം, ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ ഇനിയും ചില പിടിവള്ളികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന, പ്രതീക്ഷ തരുന്ന ഒരു ജനവിധി ഉണ്ടായി എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നന്ദി KK ശൈലജ പ്രതികരിച്ചു.